ഗൈസ്, നമ്മുടെ ഒരു ഫോളോവേഴ്സ് നമുക്ക് പുള്ളിക്കാരിയുടെ കൊച്ചിൻ്റെ ഒരു ബൈക്ക് കളിക്കുന്നതാണ്, ഇലക്ട്രിക് ബൈക്കാണ് കേട്ടോ. അത് റിപ്പയർ ചെയ്യാൻ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫാൾട്ടെന്ന് ഞാൻ നോക്കുമ്പോൾ ബാറ്ററിയാണ് പ്രശ്നം. കാരണം ഓൺ ചെയ്തിട്ട് ആക്സിലേറ്റർ കൊടുക്കുന്ന സമയത്ത് അപ്പോൾ തന്നെ പവർ ഓഫ് ആയി പോകും. അപ്പോൾ ലോഡ് എടുക്കാത്തതാണ്. അപ്പോൾ നമ്മൾ ബാറ്ററി ചെക്ക് ചെയ്യുമ്പോൾ ബാറ്ററി വോൾട്ടേജ് ഞാൻ കാണിച്ചു തരാം. കണ്ടില്ല, നമ്മൾ സ്വിച്ച് ഓൺ ചെയ്തിട്ട് താഴെയാണ് ആക്സിലേറ്റർ. അത് താഴെ ആക്സിലേറ്റർ കൊടുക്കുന്ന സമയത്ത് ഓഫായി പോകണം, പവർ മൊത്തം ഓഫായി പോവാണ്. അപ്പോൾ ബാറ്ററി ഇപ്പോൾ വോൾട്ടേജ് ഞാൻ ചെക്ക് ചെയ്ത് കാണിച്ചു തരാം എത്ര ഉണ്ടെന്ന്. 6 വോൾട്ടിൻ്റെ 7AH ബാറ്ററിയാണിത്. വോൾട്ടേജ് ആകെ വരുന്നത് 5 വോൾട്ടാണ്. എപ്പോഴും ഫുൾ ചാർജ് ആയിട്ടുള്ള ഒരു ബാറ്ററി അതിൻ്റെ എബോവ് ഒരു 1-2 വോൾട്ടേജ് അധികം കാണിക്കട്ടോ. പിന്നെ ഈ ബാറ്ററി ഞാൻ അഴിച്ച് വയർ വെച്ച് ഷോർട്ട് ചെയ്തിട്ടടക്കം ശരിക്കും സ്പാർക്ക് ഒന്നും വരുന്നില്ല. കുറച്ചെങ്കിലും ആംസ് ഉണ്ടെങ്കിൽ നമുക്ക് സ്പാർക്ക് വരും. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ലോഡ് എടുക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ബാറ്ററി റീപ്ലേസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഈ ഒരു സെയിം ബാറ്ററി നമ്മൾ റീപ്ലേസ് ചെയ്യാൻ കേട്ടോ, ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും, അവൈലബിൾ ആണ്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആ പവർ ബട്ടൺ മാറ്റാൻ പോവാണ്. അതും കംപ്ലൈൻ്റ് ആണ്, ഡയറക്റ്റ് കൊടുക്കുമ്പോഴാണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ വേറൊരു ബാറ്ററി വെച്ചിട്ട് കംപ്ലൈൻറ്റ് കൺഫേം ചെയ്യുന്നുണ്ട് കേട്ടോ. ബാറ്ററി വെച്ചിട്ട് ഓടുന്നതാണ് നമ്മൾ നോക്കാൻ പോവാണ്. ഗൈസ് കണ്ടോ, അപ്പോൾ ബാറ്ററി മാറ്റി നോക്കിയപ്പോൾ ഓടുന്നുണ്ട്. അപ്പോൾ കൺഫേം ആണ്, ബാറ്ററിയും സ്വിച്ച് മാറ്റണം. സ്വിച്ചിലേക്ക് ഡയറക്റ്റ് കൊടുത്തപ്പോഴാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഈ ബാറ്ററിയും സ്വിച്ചും വന്നതിന് ശേഷം ഇത് റീപ്ലേസ് ചെയ്യുന്ന വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം.